നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. കറുത്തിരണ്ട കാലത്തിൻ്റെ കാനനച്ചോലയിലേക്ക് സ്വപ്നങ്ങളുടെ ഭാരവുമായി മാമലകൾ കയറിയ ജനതയ്ക്ക് കാലത്തിൻ്റെ പ്രഹരമായി ദുരന്തങ്ങളുടെ പെരുമഴ സമ്മാനിച്ചപ്പോൾ ആർത്തലറുന്ന പ്രകൃതിയെ നോക്കി സ്തബ്ധരാകാതെ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ പ്രസരിക്കുന്ന കുരിശിനെ ചുമലിലേറ്റി ഇവർ മാർഗം തേടി. വയനാടിൻ്റെ കാനന രൗദ്രതയിലേക്ക് കുടിയേറുമ്പോൾ ആദ്യകാല വയനാട്ടിലെ ദേവാലയങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു പൂമലയിലെ ഈ ഹോളി ക്രോസ് ചർച്ച്. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ ടോം അറക്കലിൻ്റെ നേതൃത്വത്തിൽ പൂമല പള്ളിയിൽ ഒരു മാതൃസംഘം രൂപീകരിക്കുന്നത്. അന്ന് 10-12 അമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നല്ല അച്ഛനുമായി ചേർന്ന് പള്ളിയോടുകളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ മുൻപന്തിയിലായിരുന്നു. 1974 ആദ്യമായിട്ട് നമ്മുടെ ഇറ്റാലിയൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻറ്റ് നമ്മുടെ സെൻറ്റ് ജോസഫ് എന്ന പേരിൽ പള്ളിയോട് ചേർന്ന് പ്രവർത്തനം തുടങ്ങിയതോടെ അവിടെ നിന്നും ഒരു സിസ്റ്ററെ ആനിമേറ്ററായിട്ട് ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തു പോന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പള്ളിയുടെ മിഷൻ സൺഡേ, അതേപോലെ തന്നെ ഈ നോമ്പ് കാലങ്ങളിൽ പ്രത്യേകിച്ചും ഞങ്ങൾ എടുക്കുന്ന പ്രവർത്തനങ്ങൾ അതായിരുന്നു. ഈ നോമ്പ് കാലങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം ആ ഒരു മാസത്തെ ഉപവാസം എടുത്ത് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുകയും അതേപോലെ വൃദ്ധസദനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു വരുന്നു. പിന്നെ ഈ ക്രിസ്തുമസൊക്കെ വരുമ്പോൾ അന്ന് അവരുടെ ആഘോഷങ്ങളിൽ കേക്കൊക്കെ ആയിട്ട് ചെന്ന് അവരുടെ കേക്ക് മുറിച്ച് അവരുടെ ആഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ മധ്യസ്ഥയായ മോനിക്ക പുണ്യവതിയുടെ പെരുന്നാളാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 27 നടക്കുന്നത്. അന്നാണ് ഞങ്ങൾ അമ്മമാർ ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ വാർഷികം പോലെ ഞങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും അന്നത്തെ കുർബാന, പള്ളിയിലെ എല്ലാ പരിപാടികളും. അന്ന് 12 പേരായിട്ട് തുടങ്ങിയിരുന്ന മാതൃസംഘടന ഇന്ന് 35ഓളം അംഗങ്ങളുമായിട്ട് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ ഭവന സന്ദർശനങ്ങളും പാവപ്പെട്ടവരെ സഹായിച്ചും അങ്ങനെ ഇന്നത്തെ വികാരി അച്ഛനായിരിക്കുന്ന ഡാനി അച്ഛനോട് ചേർന്ന് ഞങ്ങളുടെ സിസ്റ്റർ ഇന്നത്തെ ആനിമേറ്റർ സിസ്റ്റർ ആലിസിനോടും ചേർന്ന് നല്ല രീതിയിൽ പൂമല പള്ളിയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ടും ജപമാല ഭക്തിയിൽ വളരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഗാനവുമായി നമ്മുടെ കൊച്ചു കൂട്ടുകാരി in
ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. കയ്യിലിരിക്കുന്നു ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി. ഡോട്ടേഴ്സ് ഓഫ് ആർ ലേഡി ഓഫ് മേഴ്സി 1837 ഓഗസ്റ്റ് 10 സിസ്റ്റർ മേരി ജോസഫ് റോസെല്ലോയും തൻ്റെ കൂട്ടുകാരികളും ചേർന്ന് ഇറ്റലിയിലെ സവോണയിൽ ആരംഭിച്ച സന്യാസ സമൂഹമാണ് ഡോട്ടേഴ്സ് ഓഫ് ആർ ലേഡി ഓഫ് മേഴ്സി. ഹൃദയം ദൈവത്തിലും കരങ്ങൾ പ്രവൃത്തിയിലും എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ടവരെയും തെരുവിലെ പെൺകുട്ടികളെയും ആഫ്രിക്കയിലെ അടിമ പെൺകുട്ടികൾക്കും വേണ്ടി വ്യത്യസ്തങ്ങളായ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറി. 1949 ജൂലൈ 12 സിസ്റ്റർ മേരി ജോസഫ് റോസെല്ലോ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഈ ലോകം മുഴുവൻ ആലിംഗനം ചെയ്യുവാൻ എൻ്റെ കരങ്ങൾക്ക് നീളമുണ്ടായിരുന്നുവെങ്കിൽ എന്ന വിശുദ്ധ റോസെല്ലോയുടെ ആഗ്രഹ സാക്ഷാത്കാരം എന്ന രീതിയിൽ 1974 ഡിസംബർ 3 കാരുണ്യമാതാവിൻ്റെ പുത്രിമാർ ഭാരതത്തിൽ ആദ്യമായി വയനാട്ടിലെ പൂമലയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ വയോജന വിദ്യാഭ്യാസം, തയ്യൽ പരിശീലനം, നേഴ്സറി ക്ലാസ്, ക്രഷ്, ഭവന സന്ദർശനം, ഡിസ്പെൻസറി തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ സ്പർശം ഈ പ്രദേശത്തുള്ള മക്കൾക്ക് വേണ്ടി അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആരംഭിച്ചു. ഇന്ന് ഇത് പടർന്ന് പന്തലിച്ച് ഈ പൂമല ഇടവകയിൽ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. മതബോധനം, CLC,
KCYM, ഓൾട്ടർ ബോയ്സ് അസോസിയേഷൻ, ദമ്പതി കൂട്ടായ്മ, മാതൃസംഘടന തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഇടവകയിൽ ചെയ്തു വരുന്നു. ഇന്നിപ്പോൾ ഇവിടെ 14 സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഈ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൽ ബധിരർക്കായി നേഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെ ഒരു സ്കൂളും ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശബ്ദം എന്തെന്നറിയാത്ത ബധിരർക്കായുള്ള ഒരു സ്കൂൾ 1974 തന്നെ ഇവിടെ ആരംഭിക്കുകയുണ്ടായി. ഇന്നത് നേഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു വലിയ സ്കൂളായി ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ഇംഗ്ലീഷ് വിദ്യാലയവും ഇതിനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും വിശുദ്ധ റോസലോയുടെ അതേ അരൂപിയിൽ കാരുണ്യത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ സന്യാസ സമൂഹം ഈ പ്രദേശത്തിനും ഈ ഇടവയ്ക്കും ധാരാളം സേവനങ്ങൾ ചെയ്ത് മുന്നേറുന്നു. 17 അധ്യാപകരും 168 വിദ്യാർത്ഥികളും ചേർന്ന് ഒരു കുടുംബം പോലെയാണ് പൂമല ഹോളി ക്രോസ് ദേവാലയത്തിലെ മതബോധന വിഭാഗം. വികാരിയച്ചൻ്റെയും മതാധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി രൂപതയിൽ തന്നെ ഉന്നത സ്ഥാനം കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായി രൂപതയിൽ 1-ാം സ്ഥാനം ലഭിച്ചു വരുന്നു. PTA അംഗങ്ങളുടെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും പ്രത്യേക സഹകരണം എടുത്തു പറയേണ്ടതാണ്. സ്കോളർഷിപ്പ്, ബൈബിൾ കലോത്സവം, ലോഗോസ് ക്വിസ് എന്നിവയിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. PTA പ്രസിഡൻറ്റിൻ്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെയും മാതാപിതാക്കളുടെയും സഹകരണം വളരെ വലുതാണ്. ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ദിവ്യബലി നടത്തുകയും അതിന് നേതൃത്വം വിദ്യാർത്ഥികൾ തന്നെ നടത്തുകയും ചെയ്തു വരുന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ ആത്മീയ വളർച്ചയ്ക്കായി എല്ലാ മാസത്തെ 3-ാമത്തെ ശനിയാഴ്ച വിദ്യാർത്ഥികൾക്ക് കുമ്പസാരം നടത്തി വരുന്നു. വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളായി തിരിക്കുകയും അവർക്ക് വിശ്വാസ പരിശീലനത്തിന് പുറമെ ഗാർഡനിങ്, ക്ലീനിങ് എന്നിവയും നടത്തി വരുന്നു. കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായി വിവിധ ഹോസ്പിറ്റലുകളിൽ സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുകയും ചെയ്തു വരുന്നു. കൂടാതെ ഭവന സന്ദർശനവും വൃദ്ധസദനം സന്ദർശനവും കുട്ടികളുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ വളർത്തുന്നതിന് ഉപകരിക്കുന്ന വിധത്തിൽ നടത്തി വരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ മതബോധന വിഭാഗം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നേറുന്നു. ഇനിയും കൂടുതൽ ഉന്നത വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാക്കുകളുടെ ഈരടികളില്ലാതെ ഒരു ഗാനം വാദ്യോപകരണങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനായി ആഗിൻ ബെന്നി.
ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വിവിധങ്ങളായ സബ് കമ്മിറ്റികൾ, അതായത് ശുശ്രൂഷാ സമിതികൾ, 6 ശുശ്രൂഷാ സമിതികളുടെ പ്രവർത്തനം കൊണ്ട് ഈ ഇടവകയുടെ എല്ലാ തലത്തിലുള്ള സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഇടവക വികാരി ഫാദർ ദാനി പടിപ്പറമ്പിൽ അച്ഛനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ അൽമായ സമിതിയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടവകയിലെ ഓരോ ഭവനങ്ങളും സന്ദർശിക്കുകയും അവരുടെ ഭവനങ്ങളിൽ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ അവരൊക്കെ ഏതൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കണക്കെടുക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി നമ്മുടെ ഇടവകയിലെ ഓരോ അംഗങ്ങളും ഏതൊക്കെ സംഘടനയിൽ, ഭക്തസംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുവാനുള്ള വലിയ കൂട്ടായ ഒരു ശ്രമം ഇത് മുഖേന നമുക്ക് സായുധപ്രായമായിരിക്കുകയാണ്. അതുപോലെ ഈ ഇടവകയുടെ വിവിധങ്ങളായ മറ്റ് ശുശ്രൂഷാ സമിതികൾ, 5 ശുശ്രൂഷാ സമിതികളും കൂടിയുണ്ട്. ആ ശുശ്രൂഷാ സമിതികളുടെ പ്രവർത്തനവും ഇതുപോലെ ബൃഹത്തായ രീതിയിൽ നടന്നു വരികയാണ്. അപ്പോൾ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിൻ്റെ കൂടുതൽ പുരോഗതിയിലേക്കുള്ള പ്രയാണം കരുത്തുറ്റ രീതിയിൽ ഇന്ന് നടന്നു വരികയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. സ്ത്രീ വിളങ്ങിടും എന്ന മനോഹരമായ ശാസ്ത്രീയ സംഗീതത്തിലൂടെ ദൈവത്തിൻ്റെ പരിപാലനം എന്തെന്ന് മനസ്സിലാക്കി തരുന്നു അലൻ ക്ലീറ്റസ്. ശ്രീവിളങ്ങിടും വിമലജനീഷ ആനന്ദപാലക ആനന്ദരൂപ. ശ്രീവിളങ്ങിടും വിമലജനീഷ ആനന്ദപാലക ആനന്ദരൂപ. നിരുപമമേ തവ അമലമാ പ്രേമമേ, നിരുപമമേ തവ അമലമാ പ്രേമമേ. ദാസനിൽ നിയതം കാട്ടിടുന്ന തീയായി ഗതിനീയവനീലാശ്രിതവത്സലാടിയനുമോദാലടി മലർത്തൊഴുന്നി. ശ്രീവിളങ്ങിടും വിമലജനീഷ ആനന്ദപാലക ആനന്ദരൂപ. ചിന്മയനെ മമ കൺമശഹരനെ ത്വൽത്തുണയേകോ ഈ ഭുവനെ. കനിവോലും തവ പേശല നയനം സതതം ദർശനമേ ഗണമേ. ചിന്മയനെ മമ കൺമശഹരനെ ത്വൽത്തുണയേകോ ഈ ഭുവനെ. കനിവോലും തവ പേശല നയനം സതതം ദർശനമേ ഗണമേ. ശ്രീവിളങ്ങിടും വിമലജനീഷ ആനന്ദപാലക ആനന്ദരൂപ. പാവനസൂനുവെ പാപിവിദൂര ഭാവസുജനനെ പാലയമാ. നിതമായരുളോ ജീവാഗമക്കനിസാദം പശീവയകറ്റണമേ. പാവനസൂനുവെ പാപിവിദൂര ഭാവസുജനനെ പാലയമാം. നിതമായരുളോ ജീവാഗമക്കനിസാദം പശീവയകറ്റണമേ. ശ്രീവിളങ്ങിടും വിമലജനീഷ ആനന്ദപാലക
ആനന്ദരൂപ ശ്രീ വിളങ്ങിടും സരിഗപനി ശ്രീ വിളങ്ങിടും രിഗരി രിഗ ഗ രിഗപനി സഗരി രി നിപനി സഗരി രി ഇന്നിരി സാ സാ സ ഗട്ടിച്ച ഗരി സനി ബരി സനി രി സനി സരി ഗരി രി സരി ഗരി ഗ പ ഗ പനി പനി സ ഗട്ടിച്ച നി പ രി ച നി ബ ഗ സരി ശ്രീ വിളങ്ങിടും വിമല ജനീഷ ആനന്ദ പാലക ആനന്ദരൂപ ശ്രീ വിളങ്ങിടും വിമല ജനീഷ ആനന്ദ പാലക ആനന്ദരൂപ നിരുപമമേ തവ അമലമാം പ്രേമമേ നിരുപമമേ തവ അമലമാം പ്രേമമേ ദാസനിൽ നിയതം കാട്ടിടുന്നതിയായി ഗതിനീയവനീലാശ്രിത വത്സല അടിയനുമാതാലടി മലർത്തൊഴുന്നി ശ്രീ വിളങ്ങിടും വിമല ജനീഷ ആനന്ദ പാലക ആനന്ദരൂപ. പൂമല ഹോളിക്രോസ് ദേവാലയത്തിലെ യുവജനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 90ഓളം യുവജനങ്ങൾ ഒരേ കുടുംബമായി പ്രവർത്തിക്കുന്നതിന് ഫലമായി രൂപതയിലെ 1-ാം നമ്പർ ഇടവകയായി പൂമല ഹോളിക്രോസ് ദേവാലയത്തിലെ മാറ്റുന്നതിൽ ഈ യുവജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഇടവകയിലെ യുവജനങ്ങൾക്കും മറ്റിടവകയിലെ യുവജനങ്ങൾക്കും നമ്മുടെ സമൂഹത്തിന് മാതൃകയാവുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇവയൊക്കെയാണ്. ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും ഇൻഫർമേഷൻ ശേഖരിച്ചുകൊണ്ട് ഞങ്ങളൊരു ബ്ലഡ് ബാങ്ക് ഡയറക്ടറി രൂപീകരിക്കുന്നു. അതിൻ്റെ പ്രകാശനം ഈ അടുത്ത് തന്നെ ഞങ്ങൾ നിർവഹിക്കുന്നതാണ്. കൂടാതെ ഇടവകയിലെ മറ്റു സമിതികളുമായി ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. സാമൂഹ്യ സമിതിയുമായി ചേർന്ന് കനിവ് എന്നൊരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ബോക്സ് സ്ഥാപിക്കുകയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് ഉപകാരപ്രദമാക്കി തീർക്കാൻ പറ്റുന്ന എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് നിക്ഷേപിക്കാം. ഞങ്ങളത് സ്വീകരിക്കുകയും സാമൂഹ്യ സമിതിയിലെ അംഗങ്ങൾ അത് അർഹരായവരെ കണ്ടെത്തി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ കൃഷികൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇടവകയിലെ യുവജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഒരു വലിയ അളവിൽ തന്നെ ജൈവ കൃഷി തുടങ്ങുവാനായി ഞങ്ങൾ പോവുകയാണ്. നമ്മുടെയെല്ലാം ആത്മീയ ഗുരുവായ യേശുവിൻ്റെ കാരുണ്യത്താലും അനുഗ്രഹത്താലും പൂമല ഹോളിക്രോസ് ദേവാലയത്തിലെ യുവജന സമിതി ഇടവക സമൂഹത്തിനും മറ്റുള്ളവരിലേക്കും ഒരുപാട് നന്മകൾ നിറച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പൂമല ഹോളിക്രോസ് ദേവാലയത്തിൻ്റെ ഫിയസ്ത പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. പുതിയ പാരിഷുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.